ഈ പാലത്തിന്റെ പണി എന്ന് തീരുമോ എപ്പോ തീരുമോ എനിക്ക് അറിഞ്ഞൂടെ കുട്ടാ. ഈ പാലത്തിന്റെ പണി അവരൊന്ന് തീരും നാളെ തീരുമെന്ന് പറയുന്നല്ലാണ്ട് ഈ പണി തീരുമെന്ന് തോന്നുന്നില്ല. നമ്മൾ മരിക്കുന്നവരെങ്ങനെ കിടക്കും. 2026 ആയാലും ഈ പാലത്തിന്റെ പണി ഇത് കണക്കാണ് കിടക്കും. 4 വർഷം കൊണ്ട് നമ്മൾ ബോംബെന്ന് ഇവിടെ വരുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു 1.5 വർഷം കൊണ്ട് തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിയ പണിയാണ് 4 വർഷം അടുപ്പിച്ചായി. ഇവരിനി 4 വർഷം എന്ന് പറയുന്നത് ഇനി ഒരു 3 വർഷം കൂടെ നീണ്ടുപോകും. പണി അപ്പുറമൊക്കെ നടക്കാറുണ്ട്, പക്ഷെ മുമ്പോട്ട് പോകണില്ല. ഇവിടെ ഡോക്ടർമാരൊക്കെ ഇരുന്നവരാരും ഇപ്പൊ ഇവിടെ ഇരിക്കുന്നില്ല. സാറേ ഏത് വർഷം ഇത് പാലം തീരും? 2021 നിർമ്മാണം തുടങ്ങിയ ചിറയൻകീഴിന്റെ സ്വപ്ന പദ്ധതി വലിയ കടയിൽ നിന്ന് ആരംഭിച്ച് പണ്ടകശാലയ്ക്ക് സമീപം വരെ 800 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലും റെയിൽവേ മേൽപ്പാലം. ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. 1 വർഷം കഴിഞ്ഞു, 2 വർഷം പിന്നിട്ടു, 3 വർഷം പൂർത്തിയായി, 4-ാം വർഷത്തിലേക്ക് കടന്നു. ചിറയൻകീഴിന്റെ സ്വപ്ന പദ്ധതിക്ക് ഒട്ടും വേഗതയില്ല. ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ, സബ് രജിസ്ട്രാർ ഓഫീസിന് തൊട്ടടുത്ത്, താലൂക്ക് ആശുപത്രിയുടെ മുറ്റത്ത്, എക്സൈസ് ഓഫീസ് പരിസരം, പോലീസ് സ്റ്റേഷന് സമീപം, ആരുടെ കൺമുന്നിലായിട്ടെന്താ പാലം പണി പരിതാപകരം തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് വെച്ചാൽ ഈ പാലത്തിന് ഒരു റീത്ത് മേടിച്ച് വെക്കാനാണ് നമ്മൾ നോക്കുന്നത്. ഒരു MP ഉണ്ട്, MP ഇതുവരെയ്ക്കും ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവനെയൊക്കെ പിന്നെ എന്തിനു തിരഞ്ഞെടുത്ത് വയ്ക്കുന്നത്? എന്തിനു തിരഞ്ഞെടുത്ത്? ഈ MLA എന്ന് പറഞ്ഞ സ്റ്റാമ്പിന് മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരെയും വോട്ട് മേടിച്ചിട്ട് ഇവനെയൊക്കെ എന്തിന് ഈ വികസനമെന്നും പറഞ്ഞാൽ അവർ എന്തിനാണ് കാണിക്കുന്നത്? ഇവിടെ ഒരു രോഗികളെ കൊണ്ടുവരുന്ന വന്നു കഴിഞ്ഞാൽ കറങ്ങിയാണ് പോകേണ്ടത്. എത്ര പേര് അവിടെ ആ ബ്ലോക്കിൽ കിടന്ന് മരിച്ചിട്ടുണ്ടെന്നറിയാമോ? അപ്പോൾ ഇവൻ്റെ കഴിവുകേടല്ലേ ഇത് വലിയ പ്രദേശം. ചിറയൻകീഴിന്റെ വികസനത്തിലെ ഏറ്റവും വലിയ പൊണ്ടുപോലായിരുന്നു ഒരു പക്ഷേ ഈ പാലം. പക്ഷേ ഇതിപ്പോൾ ചിറയൻകീഴിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗതാഗതക്കുരുക്ക് കച്ചവടത്തെയും ബാധിച്ചു. നാട്ടുകാരാകെ ബുദ്ധിമുട്ടിലായി. നല്ലൊരു വ്യാപാര മേഖലയായിരുന്നു. ആ വ്യാപാര മേഖലയിൽ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യാപാരികളുടെ മിക്ക കടകളും ഇവിടെ ഇപ്പോൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്നത് അങ്ങ് അറ്റം വരെ നിൽക്കുന്ന ട്രാഫിക്കാണ് കാണുന്നത്. ഈ 4 കൊല്ലം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട്. ഒരു ചെറിയ റോഡാണ് ഉള്ളത്. ഇവിടെ തോണ്ടിയിട്ടപ്പോൾ ഞാൻ ചോദിച്ചത് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പണി എടുക്കുമെന്ന് പറഞ്ഞു. ഇത് 3 മാസമായപ്പോൾ അവിടെ കൊണ്ട് നിർത്തി. എന്ത് ഞാൻ ഇത് ബാക്കി ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ അവിടം വരെ തോണ്ടിയിട്ട് നിങ്ങൾ ആര് ചോദിക്കാനെന്ന് എന്ത് ചോദിച്ചാണ് അവർ വേണമെങ്കിൽ നമ്മൾ ഇത് ഇനിയും നിർത്തി വെച്ചിട്ട് പോകുന്നു ഈ പണി. പാലത്തിന്റെ 75% പണി പൂർത്തിയായി. ബാക്കിയുള്ളവയാണ് ഇഴയുന്നത്. തുടക്കത്തിൽ വേഗത, പിന്നെ ഒച്ചിഴയും പോലെ. പണിതിട്ടും തീരാത്തൊരു പാലം. വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കരുത്. ചിറയൻകീഴിലെ ജനങ്ങളോട് അല്പമെങ്കിലും മനസാക്ഷി കാണിക്കണം. ബിജു VS-നൊപ്പം TS ഹരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.